ഇവിടെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് ഇവിടെ വെറുതെ വിളംപ്രദേശമായിട്ട് കിടന്നിരുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങളൊരു 20 വർഷത്തിന് മുമ്പ് വരുമ്പോൾ ഇവിടെയൊന്നും ഉണ്ടായില്ല സത്യത്തിൽ. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, 2002 വീഡിയോ എന്ന് തോന്നുന്നു. അന്നൊരു സാധനം ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ, റെസ്റ്റോറൻറ്റുകൾ, എല്ലാ ഹൈ ക്വാളിറ്റി റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളൊക്കെയാണ്. റിസോർട്ടുണ്ട് ഒക്കെയാണ് അവിടെ. അതിനിപ്പം മുനമ്പം ബീച്ച് ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറായി ബീച്ചിലെ കാഴ്ചകൾ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇളയ സഹോദരനും ഞങ്ങൾ രണ്ടുപേരും കൂടി വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. വെറുതെ ഒരു കാട് പിടിച്ച സ്ഥലവും ഈ റൈറ്റ് സൈഡിലാണെങ്കിൽ നിറയെ ചൂളമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ എന്തൊക്കെയോ റെസ്റ്റോറൻറ്റ്, ബിയർ വൈൻ ഒക്കെ പറഞ്ഞ് ബിയർ പാർലറുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒക്കെ പുതിയതായിട്ട് വന്നതാണ് പലതും. അതൊക്കെ ഒരുപാട് റിസോർട്ട് ഇതൊന്നും ഉണ്ടായില്ല. ഒക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ബാറുകളൊക്കെ ഇഷ്ടംപോലെ ബാറുകൾ. 2 മേയുണ്ട്. മരെന്താക്കുന്നറിയില്ല. കയ്യിൽ ക്യാമറയുണ്ട്. എന്നായിരുന്നില്ലത്, വെറുതെ കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു. ആ വീഡിയോ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അത് ഞങ്ങൾ എപ്പോഴേലും എടുക്കാം. എപ്പോഴേലും ഇടാം ഞങ്ങൾ. ലോകമൊക്കെ ബെൽറ്റുള്ളവന്മാരാണ്, എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റും റിസോർട്ടും. കൂടുതൽ റെസ്റ്റോറൻറ്റുകളാണ്, ബാറുകളുണ്ട്, ലക്ഷറി വില്ലാസ്. ഇവിടെയൊക്കെ വന്ന ആൾക്കാർ താമസിച്ചിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ചെറായി ബീച്ച് ഞങ്ങൾക്ക് അത്രയും രസം തോന്നിയില്ല. ഇതൊരു തിരക്കാണ്, അതന്നെ അതിൻ്റെ പ്രധാനം. തിരക്കത്ര നമുക്ക് താല്പര്യമില്ല. എന്തായാലും ഇനി മുനമ്പം ബീച്ച് ലക്ഷ്യമാക്കി പോവാം. ഒരു പഴയ ബിൽഡിങ്, പഴയതാണോ പുതിയതാണോ എന്നറിയില്ല. ഒരുപാട് ബംഗാളികളാണ്. ഇവിടെയൊക്കെ ഒരുപാട് പഴയ തറവാടുണ്ട്. നമ്മുടെ അതിൻ്റെ അകത്തുണ്ട് പഴയ ആളുകളുടെ തറവാടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കാണാൻ പറ്റുമെന്നറിയില്ല. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. ബീച്ചിനോട് നല്ല രസമുണ്ട് ഈ ഭാഗങ്ങളിൽ. പക്ഷേ ബീച്ച് ഞങ്ങൾക്ക് അത്ര ബീച്ച് വഴിയോട് ചെറുതൊക്കെ ഉണ്ടോ. ഇവിടെയൊക്കെ നാച്ചുറലായിട്ടുള്ള ഓലപ്പുര പോലെയൊക്കെ കെട്ടി ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കാട് പിടിച്ച സ്ഥലമായിരുന്നു. കാട് പിടിച്ചിറക്കിയിരുന്നു. ഇതേ കാട് പിടിച്ചിറക്കിയിരുന്നു അന്ന് വരുമ്പോൾ. ഇതുപോലത്തെ ചൂളമരം ഇരുന്നു കംപ്ലീറ്റ്. ഈ റൈറ്റ് സൈഡിലൊക്കെ ചൂളമരങ്ങളായിരുന്നു. ഓർമ്മയുണ്ട്, ആ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇടാം. എന്നാൽ ആളുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഴയ തറവാട് മോഡൽ റൂംസ്. ഇവിടെയുണ്ട്. അങ്ങ് പണി നടക്കണുള്ളൂ റിസോർട്ടുകളുടെ. ചെറായി ബീച്ച് കേന്ദ്രീകരിച്ച് കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മുനമ്പം ബീച്ച് നേരെയാണ്. അവിടെ എഴുതിയിട്ടുണ്ട് മുനമ്പം ബീച്ച്. എത്ര കിലോമീറ്റർ ഒന്നും എഴുതിയിട്ടില്ല. എത്ര കിലോമീറ്റർ ആയാലും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. മുന്നോട്ട് പോവാം, ഇത്രേ ഉള്ളൂ. ചെറായി കിച്ചൺ.
അവിടെ ഒരു ചെറിയൊരു തട്ടുകട സെറ്റപ്പ് ഇവിടെയുണ്ട്. തട്ടുകട സെറ്റപ്പ് ഇവിടുത്തെ ആളുകൾക്കും അങ്ങനെ കുറേ ഇവിടെയുണ്ട്. കേട്ടോ, ഇവിടെ തട്ടുകട അല്ല, ഇത്തിരി ഹെവിയാണ്. ഇതൊക്കെ റിസോർട്ടുകളായിരിക്കാം. കോസ്റ്റൽ ഇവൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കൺവെൻഷൻ സെൻറ്റർ. ഇതൊരു തട്ടുകട സെറ്റപ്പ്. അതൊക്കെ പണിയണുള്ളൂ കൺവെൻഷൻ സെൻറ്ററൊക്കെ. ഇപ്പോൾ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ പഴയതോ വീടായിരുന്നു. അവരതൊക്കെ കുറച്ചും കൂടി ഡിഫറെൻ്റാക്കി. വായനശാല, വായനശാലയാണ്, പ്രതിഭ വായനശാല. പിള്ളേർ കളിക്കണം. ഇവിടെ ആളുകൾക്ക് ഇരുന്ന് ആടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വല ഇവരെ ഇരിക്കുള്ളൂ. ഇവിടെയൊക്കെ റൂംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹിന്ദിക്കാരാണ് കൂടുതൽ വരുന്നത്. സ്രാങ്കിൻ്റെ കട, ബേബി സ്രാങ്കിൻ്റെ കട, ഒരു വഞ്ചി സെറ്റപ്പാണ്. കപ്പ പുട്ട് അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത്. ശിവേട്ടൻ്റെ കട, അതേത് ചേട്ടൻ്റെ കടയാണാവും. അപ്പോൾ കാറ്റാടി സീ ഫുഡ്സ്. ഈ കാറ്റാടി മരങ്ങളായിരുന്നു ഇവിടെ. ഇതൊക്കെ ഈ ഭാഗത്തൊക്കെ കാറ്റാടി മരങ്ങളായിരുന്നു. ഒരു 20 വർഷം മുമ്പ് വരുമ്പോൾ അങ്ങനെയായിരുന്നു. ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ അത് അറിയാൻ പറ്റും. ഈ കാണുന്ന കാറ്റാടി മരങ്ങളുണ്ട്. ഈ ഭാഗത്ത് ഒന്നും ഉണ്ടായില്ല. ഇവിടെയൊക്കെ കാട് പിടിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് അവസാനം ഇടാം. ചെറായി ബീച്ചിലേക്ക് വരുന്ന ഒരു വീഡിയോ. അന്ന് ചെറായി ബീച്ച് മാത്രമേ അറിയുള്ളൂ. കുഴിപ്പള്ളി ബീച്ചോ മുനമ്പ് ബീച്ചോ ഒന്നും അത്ര പിടിയില്ല. അതിടാം. ഓക്കെ. ഇവിടെ ഒരു അമ്പലമുണ്ട്, ക്ഷേത്രം, ഭുവനേശ്വരി ക്ഷേത്രം. പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് വരും. നല്ല വൃത്തിയുള്ള ഏരിയ. ഇവിടെ മാത്രമല്ല, ഒരു വിദേശ ക്വാളിറ്റിയൊക്കെ കിട്ടും. നല്ല വൃത്തിയും വെടുപ്പായിട്ടുള്ള ഒരു ഏരിയ. റോഡ് സൈഡൊക്കെ നല്ല നീറ്റാണ്. എന്നൊക്കെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ അധികം ചവറ് വീണിട്ടില്ല. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ക്യാമറ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും റിസോർട്ടുകാരുടെയൊക്കെ. എന്തിനാണ് ആളുകൾ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഇടുന്നത് നമുക്കൊരു പിടിയില്ല. ഇത്ര മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്നത്. പെട്ടെന്ന് അവിടെ കണ്ടപ്പോഴേ ദിവസം നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സ് മുനമ്പെത്തി. അവിടെ കുറേ വാട്ടർ സ്പോർട്സിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ബോട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇപ്പം ഞങ്ങൾ മുനമ്പം ബീച്ചിലെത്തിയിട്ടുണ്ട്. മുനമ്പം കുറച്ചും കൂടി ഞങ്ങൾ പോകുമ്പോൾ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് വരെ ചെല്ലാം. എന്നാലും മുനമ്പം എന്ന് പറയുന്ന സ്ഥലം, ഇവിടെ കുറച്ച് സ്പോർട്സ്, വാട്ടർ സ്പോർട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. മറ്റേ വാട്ടർ ബൈക്ക്, അങ്ങനെ പലതുണ്ട്. ബോട്ടുകൾ, വാട്ടർ ബൈക്ക്, അഡ്വഞ്ചറസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെയുണ്ട്. കട്ടമരം, എന്താണ്, കയാക്കിങ് എല്ലാം ഉണ്ട്. താര ബോട്ടുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ അവിടുന്നാണ് വന്നത്, ആ ഭാഗത്തുനിന്നാണ് വന്നത്.
ചെറായി ബീച്ചിൽ നിന്ന് ഇവിടെ എത്തി. ഇവിടെ വാട്ടർ സ്പോർട്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കയാക്കിങ്ങിൻ്റെ മറ്റേ സ്കീയിങ് എടുത്താണല്ലോ. സ്കീയിങ് എന്നാണ് പറയണമെന്ന് തോന്നുന്നു. കുറച്ചും കൂടി മുന്നോട്ട് പോകണം. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആ കാണുന്നതാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു പുലിമുട്ട്, അങ്ങനെ എന്താ പറയണത്, പുലിമുട്ട്. ആ ഭാഗത്തേക്ക് പോകണം. അങ്ങോട്ട് വരാം, ഭാഗത്തേക്ക്. അതും പോട്ടെ, നോട്ടെ. ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് ബോട്ടുകളൊക്കെ വരുന്നുണ്ടോ? ബോട്ടുകളൊക്കെ വരുന്നുണ്ട്, ഫിഷിംഗ് ബോട്ട്. അപ്പം അതൊക്കെ പുലിമുട്ടിയിൽ നിന്ന് കയറി വരുന്നതാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോവാം, അപ്പുറത്തേക്ക്. ഓക്കെ. പിള്ളേർ വെള്ളത്തിൽ ചൂട്. ഇവിടെ വലിയ ബോട്ടുകളൊക്കെ ഉണ്ട്, ഫിഷിംഗ് ബോട്ടുകൾ. അവിടെ ഉണ്ട്. അംബാസഡർ അവിടെ ഉണ്ട്. ഓക്കെ. വെൽക്കം ടു മുനമ്പം ബീച്ച്. പക്ഷെ ഇന്ന് മെയ്ദിനായതുകൊണ്ട് ഒരടച്ചിട്ടൊക്കെയാണ് ഗേറ്റ്. ആൾക്കാർക്ക് നടന്നു കയറാം, സൈക്കിളും കൊണ്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. വെള്ളം അതെനിക്ക് മനസ്സിലാകാത്തത്. അതെന്ത് പൊട്ടന്മാരാണ്. അവധി ദിവസങ്ങളിലല്ലേ ആൾ കൂടുതൽ വരുള്ളൂ. അതിന് വിവരമില്ലാത്തവന്മാരല്ലേ. ഇപ്പോൾ സമയം 3:15. ഞങ്ങൾ മുനമ്പം ബീച്ചിലെത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ അടച്ചിട്ടൊക്കെയാണ്. എന്തായാലും അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്ന് ഇതിലേ പോയി നോക്കാം. ഇവിടെ ആൾക്കാർ പോകുന്നുണ്ട് ആ വഴി. എന്നാലും 3:15 ആയിട്ടുള്ളൂ. ജസ്റ്റ് അവിടെ നിന്ന് അങ്ങനെ ഒന്ന് കറങ്ങി അവിടെ കാണുന്നുണ്ട് എന്തൊക്കെയോ. ആ വഴി വരാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അറ്റം വരെ പോകാൻ പറ്റും, പുലിമുട്ട് വരെ. ഇവിടുത്തെ ഇത് അവരെ അടച്ചിട്ടൊക്കെയാണ് പുലിമുട്ട്, അവധിയായതുകൊണ്ട്. അത് അവിടെ പോയി നോക്കട്ടെ. ഇവിടെ ഒരു ഫിഷിംഗ് ബോട്ടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആംഗ്ലറും എല്ലാം വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ. ആംഗ്ലർ ആംഗ്ലറാണോ പൈപ്പാണോന്ന് അറിയില്ല. ഷെഡിൽ അവിടെ നിർമ്മിച്ച ബോട്ടുകളുണ്ട്. ബോട്ടുകൾ അവിടെ കിടപ്പുണ്ട്. ഇത് വെച്ചിട്ട് എഞ്ചിനൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടപ്പനായി. പൊടിയടിച്ച് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റാവും. ആംഗ്ലറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കനമുള്ള ആംഗ്ലർ, 2.5 ഇഞ്ചിൻ്റെ ആംഗ്ലർ ഉപയോഗിച്ച്. ഇത്രയൊക്കെ മതി. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ആംഗ്ലർ ഉപയോഗിച്ചിരിക്കണമെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഹെവി ആണല്ലോ. അത് നന്നായിട്ട് വളച്ചെടുത്ത് കറക്റ്റ് ഷേപ്പിലടിച്ചൊക്കെയാണ്. കൊള്ളാം, നല്ല പരിപാടി. അപ്പം ഞങ്ങളിപ്പോൾ മുനമ്പം ബീച്ച് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നു. ഇത് സ്ഥലം എന്നറിയില്ല, അതിൽ മുന്നോട്ട് പോയി നോക്കാം. കുറച്ച് പട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ട്. എന്ത് സംഭവിക്കാം. ആൺപെണ്ണൊക്കെ കാട്ടുപട്ടിയുടെ സൗകര്യമില്ല. അവിടെ കുറേ ബോട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ബാക്കി നേരത്തെ അപ്പുറത്ത് നിന്ന് കണ്ട സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണോ ഇതെന്ന് അറിയില്ല. കണ്ടുപോകാം. മുനമ്പം ഫിഷിംഗ് ഹാർബർ. മുനമ്പം ഫിഷിംഗ് ഹാർബർ. അപ്പോൾ മറ്റേ
ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. ഇവിടെ ഫിഷ് വന്ന് ബോട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്ഥലമാണ്. ഫിഷ് കാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ബോട്ടിലിവിടെയാണ് ഇറക്കണത്. ഇതാണ് മുനമ്പം ഫിഷിംഗ് ഹാർബർ. ഓക്കെ.